വളരെ യാദൃശ്ചികമായിട്ടാണ് ഞാൻ ഇന്നലെ ചങ്ങനാശ്ശേരി SB കോളേജിൻ്റെ പോസ്റ്റർ കാണുന്നത്. അവിടെ 17-ാം തീയതി രാവിലെ 9 മണിക്ക് NSS ക്യാമ്പ് കണ്ടക്ട് ചെയ്യുന്ന ഒരു അവയർനെസ് പ്രോഗ്രാം ഉണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് പബ്ലിക്കിനും എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണെന്ന്. അങ്ങനെ ഞാൻ അവരെ വിളിച്ചു. അവരെന്നെ വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു. അത് എന്താണെന്ന് വെച്ചാൽ CPR എന്താണ്, ഫസ്റ്റ് എയ്ഡ് എങ്ങനെ ചെയ്യണം എന്നതിനെ കുറിച്ചൊരു അവയർനെസ് ക്യാമ്പാണ്. അപ്പോൾ നമുക്ക് നേരെ അവയർനെസ് ക്യാമ്പിലേക്ക് തന്നെ പോകാം. അവിടുത്തെ വിശേഷങ്ങളെല്ലാം എല്ലാവർക്കും വേണ്ട കാര്യമാണ്. അപ്പം നേരെ ആ ക്യാമ്പിലേക്ക് തന്നെ പോകാം. NSS SB യൂണിറ്റും അതുപോലെ എഡ്യൂക്കേറ്റീവുമായിട്ട് ചേർന്ന് നമുക്ക് ഇന്ന് നല്ലൊരു പ്രോഗ്രാം CPR-നെ കുറിച്ചും അതിന്റെ ഫസ്റ്റ് എയ്ഡ് അവയർനെസിനെ കുറിച്ചൊക്കെ വളരെ ആധികാരികമായിട്ട് അപ്പം നമുക്ക് അതിന്റെ ഒരു ഡെമോ അല്ലെങ്കിൽ ഡെമോൺസ്ട്രേഷനും അതുപോലെ ക്ലാസ്സുകളും സെഷൻ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഒരേ സ്ഥലത്ത് നടക്കുന്ന ആക്സിഡൻസും അവയർനെസ് ഇല്ലാതെ കാരണം കൊണ്ട് എല്ലാവരും ജീവൻ നഷ്ടപ്പെട്ടു പോകാം. നമ്മുടെ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, എന്തുവാ ഒരു 5 മിനിറ്റ് മുമ്പ് കൊണ്ടുവന്നിരുന്നെങ്കിൽ രക്ഷിക്കാനാണ്. ഈ 5 മിനിറ്റ് എന്തായാലും ചെയ്യേണ്ടതെന്ന് അതാണ് ഇപ്പോൾ പഠിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ മെയിൻ ടാർഗറ്റ് ഓഡിയൻസ് പറയുന്നത് ഡോക്ടേഴ്സ്, നഴ്സസ്, അതുപോലെ ഫാർമസിസ്റ്റ്, അങ്ങനെ മെഡിക്കൽ പ്രൊഫഷണൽസിന് കൂടുതൽ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഈ കോഴ്സുകൾ കാണുന്നത് മാൻഡേറ്ററി അവർ അറിഞ്ഞിരിക്കണം. ഗവൺമെന്റ് ഭാഗമായിട്ടുള്ള ഒരു അവയർനെസ് പബ്ലിക്കിന് കൊടുക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. പബ്ലിക്കിന് പറയുന്നത് മെയിൻ ഭാഗം നിങ്ങളെ യങ് ജനറേഷനാണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. കാരണം നാളത്തെ ഭാവി നിങ്ങളെയും നിങ്ങൾ കുറച്ചുകൂടി കാര്യമായിട്ട് ഇങ്ങനെയുള്ള ഒരു മാനേജ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ സമൂഹത്തിന് വലിയൊരു ഗുണപാഠമാകും. അല്ലെങ്കിൽ നിങ്ങളുടെ ഇനിഷ്യേറ്റീവ് സമൂഹത്തിന് എപ്പോഴും നല്ലതായിരിക്കും. അത് മെയിനായിട്ട് കുറെ ഒബ്ജക്റ്റീവ്സ് പറയാൻ നമ്മൾ എന്തൊക്കെയാണ് ഈ ഒരു അവയർനെസ് പ്രോഗ്രാം ഏർപ്പെടുത്തിയെന്ന് വെച്ചാൽ ആദ്യം പറയുന്നത് ഹാർട്ട് അറ്റാക്ക് എന്താണ്, ഓക്കെ, അതുപോലെ കാർഡിയക് അറസ്റ്റ് എന്താണെന്നുള്ളത്, പിന്നെ അതിന്റെ മാനേജ്മെന്റ് നമ്മൾ എങ്ങനെ ഫോക്കസ് ചെയ്യണം, നമുക്ക് ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ നിങ്ങളുടെ ഇൻപുട്സ് എങ്ങനെ വരണം, ടീം മാനേജ്മെന്റ് എങ്ങനെയാണ്, പിന്നെ അത് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ഉണ്ട് കോൾഡ് LED, ഹൗ ടു ഓപ്പറേറ്റ് LED, അതുപോലെ ചില ഫസ്റ്റ് എയ്ഡ് കണ്ടീഷൻസ് നമുക്ക് എങ്ങനെ ഒരു ലൈഫ് സേവിംഗ് പോസ്റ്റിലോട്ട് നടക്കാം, അത് മടി കൂടാതെ എങ്ങനെ ഇനിഷ്യേറ്റീവ് എടുക്കാം എന്നൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് ഉദ്ദേശിച്ചത്. ഞാൻ 15 വർഷമായിട്ട് അമേരിക്കൻ അസോസിയേഷന്റെ ഭാഗമാണ്. അതുപോലെ ഈ പറയുന്ന എന്റെ ടീം മെമ്പേഴ്സ് മിസ്റ്റർ പ്രശാന്ത്, ഇവരെല്ലാം നമ്മുടെ എന്താ പറയാ ഈ ഒരു രംഗത്ത് മാക്സിമം സേവനം കൊടുക്കുന്നവരാണ്. കാരണം കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ ഇന്ത്യയിലുടനീളം പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്ന കൂടുതൽ ഹോസ്പിറ്റലുകളാണ്. ഞാൻ പറഞ്ഞത് ഈ ഒരു പ്രോഗ്രാം പബ്ലിക് വെൽഫെയർ ഞങ്ങൾ കുറെ കമ്പനികളിലും റെസിഡൻസ് അസോസിയേഷൻ, സ്കൂൾസ് ഒക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമാണ്. അപ്പം അവരെ ഞാൻ വെൽക്കം ചെയ്തു. അവിടെ നമ്മൾ ഡീപ്പായിട്ട് പ്രസ് ചെയ്ത് കണ്ണടച്ച് ഞാൻ ഒരു 10 സെക്കൻഡ് ഉണ്ടാവും. നിങ്ങളൊന്ന് ഫീൽ ചെയ്ത് നോക്കി. പൾസ് റിപ്പീറ്റ് കൊണ്ടു പോവുക. 1001, 1002, 1003, 1004, 1005, 1006, 1007, 1008, 1009 and 1010. പൾസ് ഫീൽ ആയി തുടങ്ങിയിട്ടു അല്ലേ? ഇതാണ് മെയിൻ ആയിട്ട് പറയേണ്ടത്. ഇനി ഞാൻ ആ പേഷ്യന്റിനെ അതായത് ഇപ്പോഴാണ് നമ്മുടെ മുമ്പിൽ കിടക്കുന്നു അല്ലെ, ആളൊരു ഫ്ലാറ്റ് സർഫസിലാണ് കിടക്കുന്നത് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ അദ്ദേഹത്തിന് എന്തുകൊണ്ടാൻ പോവാ, CPR എടുക്കാൻ പോവാ. ഞാൻ എന്റെ ഹീൽ ഓഫ് ദ ഹാൻഡ് എടുത്തു, സെന്റർ ഓഫ് ദ ചെസ്റ്റിൽ വെച്ചു. അതായത് എവിടെയായിട്ട് വെക്കണം, എവിടെയായിട്ട് വെക്കണം, ലോവർ ഹാഫ് ഓഫ് ദ സ്റ്റേണം. എന്താണ് ലോവർ ഹാഫ് ഓഫ് ദ സ്റ്റേണം അല്ലെങ്കിൽ സെന്റർ ഓഫ് ദ ചെസ്റ്റ്. ക്ലിയർ ആയോ? ഇനിയും പറയുകയാണെങ്കിൽ നമ്മുടെ 2 നിപ്പിൾസ് ഇമാജിനറി ലൈൻ വരയ്ക്കുവാണെങ്കിൽ അതിന്റെ സെന്ററിന് തൊട്ട് താഴെ നമ്മൾ ഹീൽ ഓഫ് ദ ഹാൻഡ് വെക്കണം. ഇനി അടുത്ത ഹാൻഡിലുള്ള നമ്മൾ എന്ത് ചെയ്യണം, ലോക്ക് ചെയ്യണം. കണ്ടോ, ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ നോക്കി ഇങ്ങനെ നമുക്ക് CPR എടുക്കാൻ പറ്റുമോ? ഇങ്ങനെ കൊടുക്കാൻ പറ്റും. ഞാൻ എന്ത് ചെയ്യണം, ഞാൻ കുറച്ച് മുമ്പോട്ട് പോയത് എന്റെ ഷോൾഡറും എൽബോയും കീഴും ഒരു 90 ഡിഗ്രി വേണം. അതായത് ഞാൻ ഇങ്ങനെ എന്റെ എൽബോയും ഷോൾഡറും എന്തായി ഒരു 90 ഡിഗ്രി ഇരിക്കുന്നേ ആണോ അല്ലേ? ഞാൻ ഇങ്ങനെ ചെയ്യുവാണെങ്കിലോ ഇനി എന്ത് ചെയ്യാൻ പറ്റും, എന്റെ ബാക്ക് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഞാൻ ഇങ്ങനെ ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് എന്ത് സംഭവിക്കും, എന്ത് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മുടെ ബാക്കില് നമ്മുടെ നടുവിന് വേദന അനുഭവപ്പെടാം. ഞാൻ ഇങ്ങനെ ചെയ്യുവാണെങ്കിലോ എന്റെ ഫോഴ്സ് കംപ്ലീറ്റ് എന്റെ ഹാൻഡില്ല, ഷോൾഡറിലോട്ട് ഹീൽ വരാൻ ഫോഴ്സ് അതേ കറക്റ്റ് കിട്ടുള്ളൂ.
അങ്ങനെ CPR ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. 1 2 ഉണ്ടോ? എന്റെ ഫോഴ്സ് എങ്ങനെയാ? എന്റെ ഫോഴ്സ് എങ്ങനെയാ? എൽബോ അല്ലെ, ഷോൾഡർ എൽബോ കീ. 1 2 3 ഇങ്ങനെ കാണിക്കാം. ഓക്കെ ഒന്ന് എനിക്ക് 10 സെക്കൻഡ് എനിക്ക് നിങ്ങൾ ചെയ്യുമ്പോൾ ഈ നായകന്റെ സൈഡിൽ LED ലൈറ്റ്സ് ഉണ്ട്. അതായത് ഫീൽഡ് 1 2 4 ചെയ്യണം. ഒന്ന് മോഡല ഈ കാണുന്നത് കണ്ടോ, ഇതുപോലെ ഇരിക്കും LED ഡിവൈസ്. ഓക്കെ, ഏകദേശം ഇതേ ഷേപ്പ് ആയിരിക്കും LED. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഒരു ഗ്രീൻ ബട്ടൺ കാണാൻ പറ്റുന്നുണ്ടോ? ലാസ്റ്റ് കാണാൻ പറ്റുന്നുണ്ടോ? ഗ്രീൻ ബട്ടൺ, ഒരു ഓറഞ്ച് ബട്ടൺ കാണുന്നുണ്ടോ? ഈ ഗ്രീൻ ബട്ടൺ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്വിച്ച് ഓൺ, പവർ ഓൺ ബട്ടൺ എന്ന് പറയുന്നത്. എന്താണ് പവർ ഓൺ ബട്ടൺ? മനസ്സിലായോ? ഇതിൽ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ AD നമ്മളോട് സംസാരിക്കും. AD കുറച്ച് ഇൻസ്ട്രക്ഷൻസ് നമുക്ക് തരും. ആ ഇൻസ്ട്രക്ഷൻ നമുക്ക് ഫോളോ ചെയ്താൽ മാത്രം മതി, ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണ്ട. AD ഓൺ ആക്കി കഴിഞ്ഞാൽ AD ഇംഗ്ലീഷിലാണ് വരുന്ന ഇൻസ്ട്രക്ഷൻ. അത് കേൾക്കാം അല്ലെ, കേട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് സ്റ്റെപ്പാണ് AD പവർ ഓൺ ബട്ടൺ, അതായത് ഗ്രീൻ ബട്ടൺ പവർ ഓൺ ചെയ്യുക. ഓക്കെ, പ്രോഗ്രാം ആക്ച്വലി വളരെ ഗുണകരമായിരുന്നു. കാരണം നമുക്കാർക്കും ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഇതിനെപ്പറ്റി കുറെ അറിവുകൾ കിട്ടി. എനിക്ക് CPR ഒക്കെ എങ്ങനെ കൊടുക്കേണ്ടതൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു. CPR പറ്റി, പിന്നെ മിഷൻ യൂസ് ചെയ്യുന്നതിനെ പറ്റിയും, അത് നമ്മുടെ ഇവിടെ തിരുവല്ലയിലൊക്കെ ഉണ്ടെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. അന്നേരം അവർക്ക് അവിടെ വന്ന കാര്യവും അതിനെപ്പറ്റിയൊക്കെ കുറെ അറിവുകളൊക്കെ കിട്ടി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. വളരെയധികം താങ്ക്സ്. ഇവിടെ സാർ എടുത്ത ക്ലാസ് CPR കുറിച്ചാണെങ്കിലും ഹാർട്ട് അറ്റാക്കിനെ കുറിച്ചാണെങ്കിലും എല്ലാം വളരെ നല്ലതായിരുന്നു. കുറെ വട്ടം കേട്ടിട്ടുള്ള വാക്കുകളാണ്, പക്ഷെ എന്നാലും ഇതിനെക്കുറിച്ച് ഡെൻസായിട്ട് അറിയാൻ പറ്റി. പിന്നെ ഒരാൾ പെട്ടെന്ന് നമ്മൾ വീഴുവാണെങ്കിൽ നമുക്ക് ഓടിച്ചെന്ന് സഹായിക്കാനുള്ളൊരു ധൈര്യം കിട്ടി. ഞാൻ ക്ലാസ്സിൽ കുറച്ച് സെഷൻ ഞാൻ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറേ ബേസിക് കാര്യങ്ങളൊക്കെ എനിക്കും കൂടെ അത് പുതിയ അറിവുകളായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു ടീമിനെ, പ്രത്യേകിച്ച് പ്രിൻസ് സാറ് ക്ലാസ് നല്ലൊരു സെഷനായിരുന്നു അല്ലേ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് എന്താണ് ഒരു ഫീഡ്ബാക്ക് സാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. കാരണം അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷനാണെന്ന് എല്ലാവർക്കും നിങ്ങൾക്കും അറിയാം. ഇപ്പം നിങ്ങളുടെ ലൈഫിൽ എന്താണ് ഇതൊക്കെ ഓരോ ലൈഫ് സ്കില്ലാണ്. അപ്പം നിങ്ങളുടെ ജീവിതത്തിലും ഇങ്ങനെ ഒരു ഘട്ടം വരുവാണെങ്കിൽ, ഇപ്പം നിങ്ങളുടെ നിങ്ങളുടെ ഫാമിലിയിലാകാം, അല്ലെങ്കിൽ നമ്മുടെ കോളേജിൽ തന്നെ ആകാം, ഈ അടുത്ത് ഒത്തിരി ഇങ്ങനെയുള്ള കേസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കൊരു ബലമാണ്. ഇപ്പം NSS ബോർഡിന് നിലയിൽ മാറി നിൽക്കാതെ മുന്നോട്ട് വന്ന് ആ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കാൻ, അപ്പം യു ആർ കേപ്പബിൾ ഓഫ് ദാറ്റ്. അല്ലെങ്കിൽ ഒരു സെഷൻ കഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായി എന്താ ചെയ്യേണ്ടത്. ഇങ്ങനൊരു ഘട്ടം വന്നാൽ വാട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എല്ലാം A to Z ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ കൂടി ഏകദേശം 2 മണിക്കൂർ കൂടുതലുള്ള സെക്ഷനായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇതെല്ലാം ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിൽ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറച്ച് നേരം ഞാനും ഉണ്ടായിരുന്നു. അപ്പം നിങ്ങളെക്കുറിച്ച് ഒരു ഡെമോൺസ്ട്രേഷൻ വരെ ചെയ്യിപ്പിച്ചു. കാരണം എന്താണ്, കുറേ പിള്ളേർ ഇവിടെ വന്നു. അപ്പോൾ അവർക്ക് എന്താണ് ഒരു കോൺഫിഡൻസ് ആയി. അപ്പം നിങ്ങൾ കുറേ പേര് ഇത് ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് എന്താണ് വളരെ കോൺഫിഡൻ്റ് ആയിട്ട്, ഇപ്പം നേരത്തെയൊക്കെ നമുക്ക് ഇതിനെക്കുറിച്ച് അറിയാമെങ്കിൽ നമുക്ക് എന്താണ് ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് ചിലപ്പോൾ CPR കൊടുക്കുമ്പോൾ കാണും. പക്ഷേ ഈ ഒരു സെഷനോടെ നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് കിട്ടിയെന്ന് ഞാൻ ഉറച്ചും വിശ്വസിക്കുന്നു. അപ്പം വളരെ നല്ല സെഷനായിരുന്നു. അപ്പം താങ്ക് യു വെരി മച്ച്. കാരണം ഇങ്ങനെ സെഷൻ ഹാൻഡിൽ ചെയ്തു. അപ്പം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പ്രത്യേകിച്ച് ഡെമോൺസ്ട്രേഷനൊക്കെ ചെയ്യിപ്പിച്ചു. അതൊക്കെ എന്താണ്, അപ്പം നിങ്ങളുടെ ആ ഒരു എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നൊക്കെ വളരെ നന്നായിട്ട് ഇവർക്ക് വളരെ ലളിതമായ ഭാഷയിൽ പറഞ്ഞു കൊടുത്തു. ഇവിടെ കാർഡിയാക് എജു ടീമിനെ SP കോളേജിൻ്റെ ഓൺ ബിഹാഫ് SP കോളേജ് as well as NSS units. So a big thank you. രീതിയിൽ ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞത് വളരെ സന്തോഷം. My name is Arun. I'm from Payanama Healthcare. So actually we are doing some public awareness program, wellness program, and health conscious programs, and dietary programs, and daily activities programs. So it's like awareness. We are doing so many programs as from our company side. And I would like to thank all the members or those who attended the program today. And we would like everyone to become a lifesaver, at least in the life. And that will be very benefit for the world and the community. So we are into the industry from 2017, and we are going all the healthcare aspects as the world standards. So I hope everyone has to become a lifesaver. That is our main concept of doing the public awareness programs. Thank you. My name is Prince Jacob. I'm the one of the
lead instructor faculty of American Heart Association in Cardiac Edu. Last 15 years, I'm working as a faculty of American Heart Association. So we are giving a lot of courses like basic life support, advanced cardiac life support, and first aid trainings. Right now, we conducted one of the public awareness training, CPR awareness training in SB College. It's a wonderful opportunity we are getting from SB management and wonderful audience. So most of the students are very happy to get giving a life-saving process. Almost 2 hours we conduct the program. So this is our main motive, to give public, to give a life-saving process and motivating the people to give a life-saving process, especially in cardiac arrest management. So actually we are very happy, and our team, cardiac edu team, we are ready to help to all the public people to get the life-saving procedures and save the life. So ഈ കോഴ്സിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ലൈഫ് സേവിംഗ് പ്രോസസ് ആണ്, എസ്പെഷ്യലി കാർഡിയക് അറസ്റ്റ് മാനേജ്മെന്റ്. അപ്പം ഞങ്ങൾ എടുത്ത ഈ ഓഡിയൻസ് തന്നെ ഒരു 100 പേരുണ്ട്. ഈ 100 പേരും പോകുന്നത് 100 സ്ഥലത്തോട്ടാണ്. അപ്പം നമുക്ക് എല്ലായിടത്തും ഓരോ ലൈഫ് സേഫ് പ്രൊവൈഡറിനെ പ്ലേസ് ചെയ്യാൻ വേണ്ടതില്ല. പക്ഷേ ഇത് കണ്ടക്ട് ചെയ്യുന്നത് മൂലം അവർക്ക് അവരുടെ വീടുകളിലും അവരുടെ ആ കമ്മ്യൂണിറ്റിയിലും ഒരു പ്രൊവൈഡറായിട്ട്, ലൈഫ് സേവിംഗ് പ്രൊവൈഡറായിട്ട് മാറാൻ പറ്റും. അതാണ് ഈ കോഴ്സിന്റെ ഒരു മെയിൻ മോട്ടീവ്. ഈ പബ്ലിക് അവയർനെസ് പ്രോഗ്രാം കമ്മ്യൂണിറ്റിക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു മാനേജ്മെന്റ് ആണ്. കാരണം ഓരോരുത്തരും മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ ഫാമിലിയിലും അവർക്കിത് എന്താ പറയുക പകരാൻ പറ്റും. അതായത് അവർക്കും ഈ ലൈഫ് സേവിംഗ് പ്രോസസ്സിലൂടെ മറ്റുള്ളവരെ രക്ഷിക്കാൻ പറ്റും. അതാണ് ഞങ്ങളുടെ മെയിൻ മോട്ടീവ്. അങ്ങനെ CPRന്റെയും ഫസ്റ്റ് എയ്ഡിന്റെ ഒക്കെ ഒരു ക്ലാസ് കഴിഞ്ഞു. വളരെ എഫക്റ്റീവ് ആയിരുന്നു. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ഈ പ്രോഗ്രാം നടത്തി അല്ലെങ്കിൽ ഇത് കണ്ടക്ട് ചെയ്തൊരു ടീമുണ്ട്, നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. പ്രോഗ്രാം ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഒരുപാട് എഫക്റ്റീവ് ആണ് സംഭവങ്ങൾ. അപ്പൊ നിങ്ങളെ കുറിച്ചൊന്ന് പറയാം. ഞങ്ങളുടെ കമ്പനിയുടെ പേരാണ് കാർഡിയാക് എജു. പൈനോവ ഹെൽത്ത് കെയർ, ഹൈദരാബാദ് ബേസ്ഡ് ആണ്. ഞങ്ങൾ മെയിൻലി മെഡിക്കോസിനാണ് ട്രെയിനിങ് ചെയ്യാറുള്ളത്. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ്റെ പ്രോഗ്രാം, അതായത് BLS, ACLS, പാൾസ്, പിന്നെ അതുപോലെ സ്കിൽ പ്രോഗ്രാംസ് ഞങ്ങൾ ചെയ്യാറുണ്ട്. എൻ്റെ പേര് പ്രശാന്ത് മാത്യു. ഞാൻ കാർഡിയാക് എജുവിൻ്റെ റീജിയണൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മുടെ ഓഫീസിൻ്റെ ഹെഡ് ഓഫീസ് വരുന്നത് ഹൈദരാബാദാണ്. ബ്രാഞ്ചസ് വരുന്നത് ബാംഗ്ലൂർ, ചെന്നൈ, വിജയവാഡ, ഡൽഹി. കേരളത്തിൽ തിരുവല്ലയിലാണ് നമ്മുടെ ഓഫീസ് വരുന്നത്. നമ്മുടെ കമ്പനിയുടെ ഡയറക്ടർ ഡോക്ടർ അരുൺകുമാറാണ്. നമ്മുടെ ഡയറക്ടറുടെ ഒരു ആഗ്രഹമായിരുന്നു പബ്ലിക്കിനൊരു അവയർനെസ് പ്രോഗ്രാം കൊടുക്കുക എന്നുള്ളത്. നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ഹെൽത്ത് കെയർ പ്രൊഫഷണലായ ഡോക്ടേഴ്സിനും നഴ്സസിനും അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ്റെ ബേസിക് ലൈഫ് സപ്പോർട്ട്, അഡ്വാൻസ്ഡ് കാർഡിയോ വാസ്കുലർ ലൈഫ് സപ്പോർട്ട്, പീഡിയാട്രിക് ലൈഫ് സപ്പോർട്ട്, ഇതൊക്കെയാണ് നമ്മൾ ചെയ്തു വരുന്നത്. ഇത് കൂടാതെ ഡോക്ടർ അരുൺകുമാറിന്റെ ഒരു വിഷനായിരുന്നു, ഒരു യുവാക്കൾക്ക് ഇപ്പോഴാണ് അറ്റാക്ക് കൂടുതൽ വരുന്നത്. അപ്പൊ അവർക്ക് എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താം എന്നതിനെ കുറിച്ച്. കാര്യം ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും ചെയ്യുന്നത് ഒരു ഓട്ടോ വിളിക്കാനോ അല്ലെ ആംബുലൻസ് വിളിക്കാനോ പോവാണ്. അതിനുപരി ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ സമയത്ത് പ്രവർത്തിക്കേണ്ടതിനുള്ള ടെക്നിക്കുണ്ട്, അതാണ് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് ഞങ്ങൾ പബ്ലിക്സിനും, ഞങ്ങൾക്ക് ഓൾറെഡി ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആയ പോലീസ് ഓഫീസേഴ്സ്, ഫയർഫോഴ്സ്, ഇലക്ട്രിസിറ്റി ബോർഡ്, KSRTC ഡ്രൈവേഴ്സ്, ഇവർക്കൊക്കെ നമ്മൾ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞു. അതിന്റെ ഭാഗമായി നമ്മൾ കോളേജസിൽ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം അസംഷൻ കോളേജ് നമ്മൾ ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ NSSുമായിട്ട് ചേർന്ന് SB കോളേജിൽ നമ്മളിപ്പോൾ ട്രെയിനിങ് പ്രോഗ്രാം നടത്തി. വലിയ വിജയമായിരുന്നു പ്രോഗ്രാം. 100-200 സ്റ്റുഡൻസ് പങ്കെടുത്ത ഒരു പ്രോഗ്രാം ആയിരുന്നു. അപ്പോൾ അവർക്കെല്ലാം നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു. അവർക്കൊക്കെ ഒരാളിപ്പോൾ ഒരു കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ എങ്ങനെ രക്ഷിക്കാം എന്നതിനെ കുറിച്ച് അവർക്ക് നല്ലൊരു കൃത്യമായൊരു ബോധം കിട്ടിയ പ്രോഗ്രാം നല്ല വിജയമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച SB കോളേജിനും NSSനും ഞങ്ങളുടെ കമ്പനിയുടെ ഭാഗമായിട്ട് നന്ദി പറയാം. ഇവരുടെ കോഴ്സുകൾക്കും ട്രെയിനിങ്ങിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.